ജോർജ് സാറിൻ്റെ റിട്ടയർമെൻറ്റ് ഇവിടെ തരാൻ പറഞ്ഞു. സ്വന്തം അമ്മയെ തല്ലിയാലും 2-3 പക്ഷമുള്ള കോണാത്തിലെ നാടായത്. ബൂമറാങ് പോലെ കറങ്ങി വരും നമ്മുടെ തലയ്ക്ക് പേട്. ഇന്ന് രാത്രി കോട്ടയം ക്യാമ്പിൽ നിന്ന് 5-6 പോലീസുകാർ നമ്മുടെ സ്റ്റേഷനിൽ കയറും. നീ അവിടെ ഉണ്ടാവണം. യൂണിഫോം വേണ്ട. കോട്ടയം ക്യാമ്പിൽ നിന്ന് എന്തോന്നു? നിങ്ങളൊരുമാതിരി മറ്റേ വർത്താനം പറയരുത്. നിങ്ങൾ പെൻഷനും അടിച്ച് DYSP വീട്ടിൽ പോയിരിക്കും. ഞാൻ പൊട്ടനൊന്നുമല്ല. ആ ട്രോഫി അടിച്ച് എൻ്റെ തലക്കിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയ എത്ര നാളിങ്ങനെ നീ വാലാട്ട് നടക്കും? നിന്റെ തോളത്തെ മേട കുറച്ച് ഖനം. നീയാണിനി ഇൻസ്പെക്ടർ. SP-ൻ്റെ കോൾ ഉണ്ടായിരുന്നു. നൈറ്റ് മുഴുവൻ ടൗണിൽ പെട്രോളിംഗ് വേണമെന്ന് പറഞ്ഞിട്ട്. അനുപേ, CNൻ്റെ ജീപ്പ് എടുത്തോ. ചെല് സാർ. പോകോ സാർ. നീ വീട്ടിൽ പോക്കോ. സുധീഷ് ഒന്ന് ഇവിടെ വീട്ടിൽ കൊണ്ടാക്കുക. എന്നിട്ട് ഞാൻ വിളിച്ചോളാം നിന്നെ. ചാവിയാ എന്തിനാ സാറേ? താടാ. എന്താടാ ബെൻസേ, നിനക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലടാ? നിന്റെ സമയം എടുത്തല്ലടാ കഴിവാറി. നീ ഞങ്ങളുടെ വാരിക്കുഴിയിൽ വീണ ഒറ്റയാണല്ലടാ. നിന്റെ ദാഹവും വിശപ്പും ഒക്കെ എന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയടാ. ചരിയും മുന്നേ നീ ഇതും കൂടി കേട്ടോ, നിന്റെ മകനെന്താ പറ്റിയെന്ന്. ബെൻസേ, നീ നിന്റെ നാട്ടുകാരോടും കൂട്ടുകാരോടും നിന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ ആ കുട്ടിയാനയില്ലേ, ആ കുട്ടിയാനൊക്കെ ഞങ്ങൾ ഒരു ഉഗ്രം കെണി വെച്ചു. ജോർജ് സാർ ആരാന്നറിയാം നിനക്ക്? ചാകാൻ തയ്യാറായി ഒരുത്തൻ കെണിയിലേക്ക് കയറി വന്നതാണ്. കൊല്ലണം, കൊന്നു. കാട്ടിലെ രാജാവല്ലടാ കൊന്നത്, കാട് മുഴുവൻ കൂടെ നിന്നു. കളം നിനക്കെതിരാണല്ലോ മനസ്സിലായി. ഞങ്ങൾ കൊന്നത് രാജാവ് നിന്നെ കൊണ്ട് തന്നെ തീറ്റിച്ചു. ഇനിയിപ്പോ ആ ആനക്കുട്ടിക്ക് വേണ്ടി ഏതൊറ്റക്കൊമ്പം വന്നാലും കൊല്ലും. അതാണ് ഈ കാട്ടിലെ നിയമം.
സാറേ ഇവന്മാരിത് പൊളിക്കൂ. അല്ല ഇവന്മാരിത് പൊളിക്കൂ എന്നാ സൗണ്ടാ സാറേ. ആരോഗ്യമുള്ളവർ കെട്ടി തൂക്കണ്ടേ, അപ്പൊ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാവും. നീ ഇവിടെ ഇറങ്ങിക്കോ. എന്താ സാറേ? ഡോ, ഇവരൊന്ന് ബസ് സ്റ്റാൻഡിലാക്കിയത്. എന്തിനാടാ എന്റെ മോനെ, എന്റെ മോനെ എന്തിനാടാ?